അപ്പോൾ ജപ്പാനിലെ ഒരു അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നതാണ്. ഒരു മൈക്രോ അപ്പാർട്ട്മെൻറ്റാണ്, പുള്ളിക്കാരൻ്റെ കമ്പനിയിൽ നിന്ന് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതായത് ഏറ്റവും മിനിമലായിട്ട് എങ്ങനെ സ്പേസ് യൂസ് ചെയ്യാൻ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പുറത്തത്തെ വ്യൂ ആണ് കേട്ടോ അത്. ചെറിയ മഴയുണ്ട്, സമ്മർ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ശരത്കാലത്തിൻ്റെ ആരംഭമാണ്, തണുപ്പായി തുടങ്ങി. സോ അപ്പോൾ ഇതാണ് കേട്ടോ അപ്പാർട്ട്മെൻറ്റ്. ഇത് ഫുള്ള് നമ്പർ ലോക്കാണ്, ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമ്പറൊക്കെ വരും, അങ്ങനെ എന്തൊക്കെയാണ് സംഭവം. അകത്തേക്ക് കയറുമ്പോൾ അകത്തേക്ക് കയറിയിട്ടോ ചെറിയൊരു റൈസ് കുക്കർ, ഒരു മൈക്രോവേവ്, പിന്നെ ചെറിയൊരു ഫ്രിഡ്ജ്, അതിനകത്ത് ഫ്രീസറും പിന്നെ സാധാ കമ്പാർട്ട്മെൻ്റ് ഉള്ളത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ വാഷിംഗ് മെഷീൻ, പിന്നെ ഇത് ഗാർബേജ് ആണ്, സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 2-3 കവറിൻ്റെ അതിനകത്ത്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ. അകത്ത് പോകുമ്പോൾ ടോയ്ലറ്റ് ഇതാണ്. വീണ്ടും പോകില്ല വീഡിയോ. പിന്നെ ഇത് ഓഫറുമാണ് കേട്ടോ. ഒരു വാഷ് ബേസിൻ, ഒരു മിറർ, ഒരു ബാത്ത് ടബ്, ഷവർ ക്യൂബിക്കിൾ. അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ കിച്ചൺ മാത്രമാണ് എനിക്ക് കുറച്ച് ചെറുതായിട്ട് തോന്നിയത്, ഭയങ്കര കൺജസ്റ്റഡ്. പക്ഷേ ഓക്കെയാണ്. ഒരു 2 അടുപ്പ് വരുന്നതാണ്. ഇതും കറണ്ട് തന്നെയാണ് കേട്ടോ. ഷിഗയിൽ ഗ്യാസ് കുറവാന്ന് തോന്നുന്നു ഞങ്ങളുള്ള പ്രൊഫക്ചറിൽ. എൻ്റെ വീട്ടിൽ 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ അങ്ങോട്ട്. പിന്നെ ചെറിയൊരു വാഷ് ബേസിൻ. ഇവിടെ ചോപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ല, അത് മാത്രമാണ് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ പുള്ളിയെല്ലാം വൃത്തിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പേസ് മേളിൽ. പിന്നെ താഴെ ആസ് യൂഷ്വൽ ഒരു കബോർഡ്. പിന്നെ ഇവിടെ അവന്മാരൊന്നും കുക്ക് ചെയ്യത്തില്ല കേട്ടോ, എല്ലാം കൺവീനിയൻസ് സ്റ്റോറിൽ പെറ്റിട്ടുകൊണ്ട് അവരെല്ലാം കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് കഴിക്കുന്ന ആൾക്കാരാണ്. ഇതാണ് എൻട്രൻസ്. ചെറിയൊരു ഡോർ കൊടുത്തിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ലിവിങ്, ഡൈനിങ്, ബെഡ്റൂം എല്ലാം ഇവിടെയാണ് കേട്ടോ. സോ ഇതാണ് പുറത്ത് വല്ല അലവലാതി വന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. പുറത്തത്തെ ക്യാമറ ആരാ വന്നത് ഡോറിൽ. കൊള്ളാം, നൈസ്. പിന്നെ AC റിമോട്ട്. സോ ഇതാണ് ബെഡ് സ്പേസ് വരുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് ബെഡ് സ്പേസ്. അതിലും അടുത്ത ഇൻട്രസ്റ്റിംഗ് കാര്യം ഇവിടെ ഒരു ഇതുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസാണ്, ഇവിടെയും സ്റ്റോറേജ് സ്പേസാണ്, സാധനങ്ങൾ വയ്ക്കാം. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കിടിലൻ ബെഡ്, ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം. മേളിൽ ചെറിയൊരു ഷെൽഫ് പോലെ. പിന്നെ ഇവിടെ പുള്ളിക്കാരനെല്ലാം വൃത്തിക്ക് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു TV വരുന്നുണ്ട്. TVയും വൈഫൈ ഒക്കെ ഓൾറെഡി ഇതിനകത്തുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ബെഡിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, കണ്ടോ. സ്ഥലം ഒട്ടും വേസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഒരു ജനാല, വലിയ തരക്കേടില്ലാത്ത വ്യൂ പുറത്തോട്ട്, പുറത്തോട്ട് വ്യൂ. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട് കേട്ടോ. ഇതേ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ AC. ഇതാണ് അപ്പാർട്ട്മെൻറ്റ്. ഭയങ്കര ചെറിയ അപ്പാർട്ട്മെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് താമസിക്കുന്നതൊക്കെ ധാരാളം, ആവശ്യത്തിൽ കൂടുതലാണ്. വെറുതെ എൻ്റെ പോലെ വലിയ വീടൊക്കെ തന്നിട്ട് മൊത്തം ഞാൻ തന്നെ അടിച്ചു ഒരു വൃത്തിയാക്കണം, എന്ത് കഷ്ടപ്പാടാന്ന് അറിയും. പിന്നെ ചെറിയൊരു ടേബിൾ, 2 ചെയറൊക്കെ ആയിട്ട്, മേ ബി ഡൈനിങ്ങും പിന്നെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ടേബിളും.